ഞാൻ മഞ്ജു, എൻ്റെ കൂടെ സിജു വിൽസൺ ആൻഡ് ലിയോണ ലിഷോയ്. ആക്ച്വലി സമാധാന പുസ്തകം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആദ്യം വിചാരിക്കുന്നത് ഒരു പീസ് അല്ലേ, ബുക്ക് ഓഫ് പീസ് എന്ന് വിചാരിക്കും. പക്ഷെ ഇത് എക്സാക്ട്ലി ഒരു പീസ് പുസ്തകമാണോ? ചിലർക്ക് അങ്ങനെ സമാധാനം കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെയുണ്ടാവും, സമാധാനം കിട്ടുന്ന ആൾക്കാരുണ്ടാവും. അനുഭവസ്ഥർ പറയുമ്പോ നമ്മളത് കേൾക്കണം. പിന്നെ ഭയങ്കര സമാധാനം കിട്ടുന്നവരുണ്ടാവുമല്ലോ. ആ, അതെല്ലാം കൂടി കോറിലേറ്റ് ചെയ്ത് വരുമ്പോൾ സമാധാന പുസ്തകം നല്ല ആപ്റ്റ് ആയിട്ടുള്ള ഒരു പേരായിട്ടാണ് തോന്നുന്നത്. ഒരു ഡയറക്ടർ, ഒരു പ്രൊഡ്യൂസർ സിജു വിൽസൺ എന്ന് പറയുന്ന ആളെ അത്രയും വലിയൊരു റിസ്ക്കുള്ള റോൾസ് ഏൽപ്പിച്ചു എന്ന് പറയുമ്പോൾ എങ്ങനെയായിരുന്നു അതിലേക്കുള്ള ഒരു ഹാർഡ് വർക്ക്? അല്ല, നമ്മൾ എന്താ പറയുക, ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു ആക്ടർ എന്ന നിലയിൽ എന്താ പറയുക, ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാനായിട്ടാണ് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് നമ്മളിലേക്ക് എത്തുമ്പോൾ ധൈര്യപൂർവ്വം അതെടുത്ത് ഏറ്റെടുത്ത് ചെയ്യാന്നുള്ളതാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. കാരണം നമ്മൾ ഒരേ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ചെയ്തു വരുമ്പോൾ ടൈപ്പ് കാസ്റ്റ് ആയി പോകും. പിന്നെ ഒരേ ടൈപ്പ് ഓഫ് സിനിമകളും ആയി പോകും. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമകൾ എപ്പോഴും കൊടുക്കണം എന്നുള്ളതാണ് എനിക്കും തോന്നിയേക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള കോണ്ടന്റുകൾ തപ്പിപ്പിടിച്ച് അങ്ങനെ ചൂസ് ചെയ്ത് ചെയ്യുന്നത്. ഓക്കെ, അതെങ്ങനെയാ അപ്പം നമ്മളിലേക്ക് വരുന്നതിൽ നമ്മൾ ചൂസ് ചെയ്യുകയാണ്? വരുന്നതിൽ നിന്നാണ് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അതെ. ലിയോണയും പക്ഷേ ഇതുപോലെ തന്നെയാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ടൈപ്പ് കാസ്റ്റഡ് ആയി പോകാതിരിക്കാൻ ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മൾ ആദ്യം അമ്മ വേഷമൊക്കെ ചെയ്തെങ്കിലും അത് തന്നെ നമുക്ക് കണ്ടിന്യൂസ്ലി കിട്ടിയപ്പോൾ അത് നമ്മൾ മാറ്റി അല്ലേ. ഇപ്പം അങ്ങനെ ടൈപ്പ് കാസ്റ്റഡ് ആവാതിരിക്കാൻ വേണ്ടി എങ്ങനെയാണ് ലിയോണയുടെ ഒരു ക്യാരക്ടർ സെലക്ഷൻ? അമ്മവേഷം ഇപ്പോഴും വരുന്നുണ്ട്, ഇപ്പോഴും ചെയ്യലൊക്കെ ഉണ്ട്, അങ്ങനില്ല. പക്ഷെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ ദ സെൻസ് അമ്മയാണെങ്കിലും ഡിഫറെന്റ് അമ്മ അങ്ങനെ ശ്രമിക്കാറുണ്ട്. ദിസ് ഹാസ് ടു ഹാവ് സംതിങ് ഡിഫറെന്റ് ഫ്രം ദി അതർ അമ്മ. അങ്ങനത്തെ ഡിഫറൻസസ് ചില സമയത്ത് നമ്മൾ ഔട്ട് ഓഫ് ഓപ്ഷൻസ് ആയി പോയി കഴിഞ്ഞാൽ ഒരു 3-4 അമ്മ വന്നു, അപ്പൊ ഇനി ഏത് അമ്മ എടുക്കണം എന്നുള്ളൊരു സാധനം വരുമല്ലോ. അപ്പോൾ അങ്ങനെ നോക്കാറുണ്ട്. പക്ഷെ അതല്ലാതെയും ഈ പറഞ്ഞ മാതിരി അമ്മയല്ലാത്ത ക്യാരക്ടേഴ്സും എല്ലാത്തരം ക്യാരക്ടേഴ്സ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇപ്പൊ തിയേറ്ററിൽ ഓൾറെഡി നമ്മളൊരു കനകരാജ്യവുമായിട്ട് ഇരിക്കുന്നുണ്ട് അല്ലേ? അതെ അതെ, ഓൾറെഡി നമ്മള് ഹാൻഡ്ഫുൾ ഓഫ് റോൾസിലാണ്. അണലി ഷൂട്ടിലാണ്, അതെ, സീരീസിന്റെ പുതിയ സീരീസ് മിഥുൻ മാനുവലിന്റെ അല്ലേ? അതെ. അങ്ങനെ സിനിമ യാത്രക്കിടയിൽ അങ്ങനെ നോക്കുമ്പോൾ എല്ലാം ഡിഫറെന്റ് ആണ്. ലൈക്ക് കനകരാജ്യത്തിലുള്ളതും ഇപ്പോൾ സമാധാന പുസ്തകത്തിലുള്ളത്, കനകരാജ്യത്തിൽ ഇസ് എ വെരി ഒരു ഭയങ്കര ഹോം മേക്കർ ഹൗസ് വൈഫാണ്. അത് ലോകം മൊത്തം ഒരു വീട്, അവരുടെ വീട്ടിലുള്ള ആളുകൾ അത് മാത്രമാണ് ലോകം എന്ന് വിചാരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. സമാധാന പുസ്തകത്തിലെ ഒരു പ്രിൻസിപ്പിളാണ്. അപ്പോൾ പ്രിൻസിപ്പിളാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും ഉള്ള ഒരു ക്യാരക്ടറാണ്. പിന്നെ ഏതാ പറഞ്ഞ വെബ് സീരീസിലുള്ളത് എൻറ്റയർലി ഡിഫറെന്റ് ഒരു ക്യാരക്ടറാണ്. അണലിയില് മിഥുൻ ഇങ്ങനെ അണലി എന്ന് പറഞ്ഞ ഇതിൽ കാസ്റ്റ് ചെയ്യുന്നത് നോക്കിയപ്പോ ചിലപ്പോ ഈ ഇൻഡസ്ട്രിയില് ഏറ്റവും നല്ല വിഷമുള്ള ആരാണ് തപ്പി നോക്കിയപ്പോ ഇവിടെ കിട്ടി. നിങ്ങൾ ഒരുമിച്ച് അഭിനയിച്ച സിനിമ വരയനാണല്ലോ? ഇത് രണ്ടാമത്തെ പടമല്ലേ? ഇത് രണ്ടാമത്തെ സിനിമ. അതെ. എങ്ങനെയുണ്ട് നിങ്ങളുടെ ആ ഒരു കോമ്പിനേഷൻ? വരയനിലാണെങ്കിൽ നല്ല ഭയങ്കര സൂപ്പർ അല്ലേ, തങ്കം പിടിച്ച ഒരു അച്ഛനായിരുന്നു. എന്നെ നശിപ്പിക്കാനായിട്ട് ഇവനെപ്പോഴും കുറച്ചുകൂടി നന്മ കൂടുതലും, എന്നെ കാണുമ്പോ അത്ര നന്മ എപ്പോഴും അങ്ങനെ. വരയനില് എനിക്ക് നന്മയുള്ള, ഇവൾക്ക് നന്മയില്ലാത്ത. സമാധാന പുസ്തകത്തിലാണെന്നുണ്ടെങ്കിലും ഞാൻ ഓ അത് ശരി, ഇവളെ നന്മയില്ലാത്തവൾ അണലി വിഷം ഇതൊക്കെ ഇവൾക്കാണ്. ആരെങ്കിലും നല്ല റോള് കൊടുക്കും. 2 ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല അതിന്റെ. പക്ഷെ അങ്ങനെയല്ലല്ലോ ലിയോണനെ കണ്ടാ തോന്നുന്നത്. ലിയോണ പക്ഷെ ശരിക്കും അങ്ങനെയല്ല, അതാണ് അഭിനയം. നമ്മളല്ലാത്തൊരു റോളിലേക്ക് ഞാൻ ജീവിക്കുകയാണ് ചെയ്യുന്നത് നന്മയുടെ നിറകുടമായോണ്ട്. പക്ഷെ ഈ സിജുനോട് ചോദിക്കട്ടെ, ഈ നന്മയുടെ നിറകുടം ആയിട്ട് അഭിനയിക്കുന്നതാണോ അത് കുറച്ചിത്തിരി നെഗറ്റീവ് ഷെയ്ഡ്സും കൂടെ എടുക്കുമ്പോഴല്ലേ സാധാരണ രീതിയിലൊരു കംപ്ലീറ്റ് ഒരു നമ്മളുടെ അഭിനയത്തിന്റെ എല്ലാം പുറത്തെടുക്കാൻ പറ്റുള്ളൂ? അതെ,
ഇല്ലേ? ഞാൻ പറഞ്ഞില്ലേ എല്ലാ തരം റോളുകളും ചെയ്യാൻ പറ്റണം. ഈ നെഗറ്റീവ് റോൾസ് വരുന്നുണ്ടോ? പിന്നെ വരുന്നുണ്ട്. പക്ഷെ എനിക്ക് എന്നെ ഇംപ്രസ് ചെയ്തിട്ടുള്ള നെഗറ്റീവ് റോൾസ് അങ്ങനെ വന്നിട്ടില്ല. അല്ലെങ്കിൽ ഗ്രേ ഷെയ്ഡ്സ് ഉള്ള സിനിമകൾ, ഗ്രേ ഷെയ്ഡുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അത് ഞാൻ ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വൈകി തന്നെ ഷൂട്ടിംഗ് പരിപാടികളും സാധനങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പെട്ടിയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ആദ്യമായിട്ട് ആദി എന്ന് പറയുന്ന സിനിമയിലാണ് ഒരു നെഗറ്റീവ് ഷെയ്ഡ് ചെയ്തത്. അപ്പം അതിലും നല്ലൊരു ക്യാരക്ടർ വന്നിട്ടില്ലെന്നാണ് എനിക്ക് പറയാം. അങ്ങനത്തെ ഒരു നെഗറ്റീവ്. പക്ഷെ സിജുവിനെ ഇപ്പൊ പറഞ്ഞ പോലെ നല്ലൊരു മനുഷ്യനായിട്ട് എല്ലാത്തിലും കണ്ടിട്ട് അങ്ങനെ ആൾക്കാർ ഇഷ്ടപ്പെട്ടു വരികയാണ്. നെഗറ്റീവ് ചെയ്യുമ്പോൾ എന്നെ ഇഷ്ടം കുറയുന്നോ അങ്ങനെ ഒരു ഫീല്? അങ്ങനെ എനിക്ക് ഇല്ല, അങ്ങനെ ഒരു ഇത് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അത് ആൾക്കാർക്ക് ബോധമുണ്ടല്ലോ, അവർക്കറിയാലോ അത് അഭിനയമാണെന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നന്നായിട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ അപ്രീഷിയേറ്റ് ചെയ്യണം ചെയ്യുന്നത്. കാരണം റീസെന്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സിനിമകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. സിജു വിൽസന്റെ ക്യാരക്ടറിൽ അല്ലെങ്കിൽ സിജു വിൽസൺ എടുക്കുന്ന റോൾസിൽ വ്യത്യാസം വരുന്ന പോലെ സിജുവിന്റെ സ്റ്റൈലുകളും മാറുന്നുണ്ട്. നമ്മൾ പണ്ട് കണ്ട സിജു അല്ല, എന്താ പറയാ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പില് നമ്മൾ കാണുന്നത്. ഇപ്പൊ തന്നെ സിജുവിന്റെ ബാക്ക് സൈഡിൽ ഒരു പച്ച വാലുണ്ട്. അങ്ങനെയെങ്കിലും പച്ച പിടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പച്ച അടിച്ചത്. അങ്ങനെ ഒരുപാട് ചേഞ്ചസ് എനിക്ക് അപ്പിയറൻസിലും ഫിസിക്കലിയും. ജിമ്മൊക്കെ പോയി ഫിസിക്കലി അപ്പിയറൻസ് ആണോ? നമ്മള് മറ്റേ 19ാം നൂറ്റാണ്ടിന് ശേഷം വിട്ടോ? ഇല്ല, വിട്ടിട്ടില്ല. അത് ചെയ്യുന്നുണ്ട്, ജീവിതത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഓരോ സിനിമയും തുടങ്ങുന്നതിനനുസരിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഓരോ സിനിമ തുടങ്ങുന്ന സമയത്തേക്ക് ആ കഥാപാത്രത്തിന് എന്താണോ വേണ്ടുന്നത് അതിനനുസരിച്ചിട്ട് മാറാനുള്ള ശ്രമമാണ് നടത്താറുള്ളത്. അപ്പോൾ ഏതാണ് തുടങ്ങുന്നതെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നുള്ളൂ. അതുകൊണ്ടാണ് സമാധാന പുസ്തകം എന്ന് പറയുന്ന സിനിമ ബേസിക്കലി എന്താണ്? നമ്മൾ അതിന്റെ ട്രെയിലറൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവുന്നത് ഇത് ഒരു ഇമ്പോർട്ടൻസ് ഓഫ് സെക്സ് എഡ്യൂക്കേഷൻ, അത് ഒരു ചെറിയ ഭാഗം ആണ്, അത്രേ ഉള്ളൂ. ത്രൂ ഔട്ട് ഒരു എന്റർടൈനിങ്, ഒരു സ്കൂൾ കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് വളരെ എന്റർടൈനിങ് ആയിട്ട് പറഞ്ഞു പോകുന്നു. അതിൽ സെക്സ് എഡ്യൂക്കേഷൻ ഡെഫിനറ്റ്ലി ഇസ് എ ഇമ്പോർട്ടൻറ്റ് പാർട്ട്. പക്ഷെ ഒരു സ്മോൾ പാർട്ടാണ്. പക്ഷെ മൊത്തത്തിൽ ഒരു ഫൺ എന്റർടൈനിങ് പരിപാടിയാണ്. പിള്ളേരുടെ കഥയാണല്ലോ. അപ്പോൾ പിള്ളേർക്കും വീട്ടുകാർക്കും ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റുന്ന, അതിൽ ചെറിയ ചെറിയ മറ്റേ ചെറിയ എന്തെങ്കിലും എന്താ പറയാ, തമാശയല്ല, മെസ്സേജസ്. ഓവർ പ്രീച്ചിങ് അല്ല, പക്ഷെ ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടിറങ്ങുമ്പോൾ മേ ബി വിൽ തിങ്ക് അബൌട്ട് ഇറ്റ്. അങ്ങനെ നമ്മുടെ ലൈഫൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സംഭവം. നമ്മൾ ട്രെയിലർ കാണുമ്പോൾ രണ്ട് കാലഘട്ടമാണോ? ഒന്ന് 2001 കാണിക്കുന്നുണ്ട്, പിന്നെ ഇപ്പോഴത്തെ കാലഘട്ടം. രണ്ട് കാലഘട്ടം. ഏത് കാലഘട്ടത്തിലെ സ്കൂളിലെ പ്രിൻസിപ്പളാണ്? ഇപ്പോഴത്തെ സിജുവും ന്യൂ ജനറൽ ഈ കാലഘട്ടത്തിൽ വരുന്ന ആളാണ്, കഥാപാത്രമാണ്. ഞാൻ അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. A+ എന്ന് പറഞ്ഞിട്ടൊരു എഡ്യൂക്കേഷണൽ ആപ്പിന്റെ ഫൗണ്ടറാണ്. അവിടെ ഗസ്റ്റ് ആയിട്ട് വരുന്ന ഒരു പരിപാടിയാണ്. ഞാൻ ഇനി പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ പറയുമ്പോൾ എന്താണ് പെട്ടെന്ന് മനസ്സിനകത്തേക്ക് വരുന്നത്? ക്ലാസ് റൂം. അതെ, പക്ഷെ എന്തെങ്കിലും ഒരു സ്പെസിഫിക് മെമ്മറി? ഇങ്ങനെ ക്ലാസ്സിലിരിക്കുമ്പോ ടീച്ചർമാർ പുറത്തേക്ക് പോകില്ലേ, പുറത്തേക്ക് പോകുമ്പോ ക്ലാസ് ക്യാപ്റ്റന്റെ അടുത്ത് പറയില്ലേ ഈ സംസാരിക്കുന്നവന്മാരുടെ പേര് എഴുതി വെക്കാൻ. പിന്നെ ചോക്കറി എന്ന് ഒരു ക്ലാസ് ടൈം ഫ്രീ ആയിരിക്കുന്ന ടൈം ഉണ്ടല്ലോ, ആ ടൈമിൽ ഈ പറയുന്ന ചോക്കർ എന്നിട്ട് പാട് ബ്ലാക്ക് ബോർഡിൽ നമ്മളറിയും. അല്ലാതെ ടീച്ചറിന്റെ അടുത്ത് നമുക്ക് കിട്ടിയതല്ല. ഇല്ല, അത് ചോക്ക് ഫ്രീ പീരീഡ് ഒക്കെ ഉണ്ടാവല്ലോ, സമയത്ത് ചോക്ക് ഡസ്റ്റർ ഇതൊക്കെ എറിഞ്ഞ് കളിക്കുക. റേഷൻ കടയിൽ മണ്ണെണ്ണയും അരിയൊക്കെ വാങ്ങിക്കാനായിട്ട് പോയ ഓർമ്മ. വീടിനടുത്ത് അല്ല, ഞാൻ പോയിട്ടില്ല. വീട്ടുകാര് പോണത് ഞാൻ കേട്ടിട്ടുണ്ടെന്നല്ലോ. അല്ലാതെ എനിക്ക് റേഷൻ കടയിൽ ചില എലിയൊക്കെ ഓടി കിടക്കുന്നുണ്ട്. എലിയൊക്കെ അവിടുത്തെ അന്തേവാസികളായിരിക്കും ഓടി കിടക്കുന്നത് കണ്ടിട്ടുണ്ട്. ഹൃതിക് റോഷൻ കഹോന പ്യാർ ഹെ, ഹൃതിക് റോഷന്റെ ഭ്രാന്ത് മൂത്ത് എന്താണ് ഇക്ബൽ കാ ജീന ഡാൻസ് പഠിക്കാനൊക്കെ ആയിട്ട് പോയത് ഓർമ്മയുണ്ട്. അത് ഈ സിനിമയിലുണ്ട്. ശരീരമൊക്കെ വഴങ്ങല്ല, ഒട്ടിച്ച് വളച്ചൊക്കെ എടുത്തു. പ്രേമത്തിൽ ഡാൻസ് കളിക്കുന്നില്ലേ? ഈ സ്റ്റെപ്പ് അറിയോ? ഏത് ഇപ്പൊ കാണിക്കാൻ വലിയ പരിപാടി ഇല്ലല്ലോ, വെറുതെ ഇങ്ങനെ കാണിച്ചു മതിയല്ലോ. ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാനാണ് ബുദ്ധിമുട്ട്.
ടീച്ചറിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ തല്ല്? എനിക്ക് ട്യൂഷൻ ടീച്ചറിന്റെ അടുത്ത് നിന്ന് തല്ല് കിട്ടിയിട്ടുണ്ട്. അത് എന്തിനാ, ഞാനും കോപ്പി അടിച്ചിട്ടൊന്നുമല്ല, അതൊന്നുമല്ല, അതിന് തല്ലൊന്നും കിട്ടിയിട്ടില്ല. ഇത് ഞാനും എൻ്റെ നെയ്ബർ എന്ന് പറഞ്ഞാൽ ഒരേ സ്കൂളിൽ പഠിക്കുന്ന ജൂനിയർ ആണെന്ന് തോന്നുന്നുണ്ട്. ജൂനിയർ ഞാനും അവളും കൂടി ഒരുമിച്ച് ഇതിന് പോവാൻ, ട്യൂഷന് പോകാൻ വേണ്ടിയിട്ട് നടന്ന് പോകുമ്പോൾ കുറച്ച് ദൂരമുണ്ട്, മെയിൻ റോഡിൽ കൂടെ പോകുമ്പോൾ കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ ഈ മെയിൻ റോഡിൽ കൂടെ പോകാനാണ് പേരൻസ് എപ്പോഴും പറയാ. പക്ഷെ മെയിൻ റോഡിൽ കൂടെ പോവാതെ പാടത്ത് കൂടെ കയറാനൊരു വഴിയുണ്ട്, അത് ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ ആ പാടത്ത് ഒന്നും അങ്ങനെ ആരുമില്ല, ഭയങ്കര വിജനായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതിൽ കൂടെ പോവരുതെന്ന് പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യം. പക്ഷെ അന്ന് ഞങ്ങൾക്ക് ഭയങ്കര മടി. അപ്പോൾ ഇവള് സപ്പോർട്ടും ചെയ്തു, ഞാനുള്ള ചേച്ചി. അപ്പോൾ ഞാൻ ഇവളെ കൂട്ടിയിട്ട് വാ നമുക്ക് പോവാം, പേടിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് തിരിച്ചു വരുമ്പോഴാണ് തോന്നുന്നുണ്ട്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ഈ വഴിയാണ് വന്നത് വീട്ടിലേക്ക്. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ വീട്ടിലാരുമില്ല, അമ്മയും അച്ഛനും മെയിൻ റോഡിൽ കൂടെ ഞങ്ങൾ വിളിക്കാൻ വന്നു. അടിപൊളി. അപ്പോൾ ട്യൂഷൻ ടീച്ചർ അറിഞ്ഞു, ഇവരെ വഴിയിൽ കണ്ടില്ല, അല്ലെങ്കിൽ വഴിയിൽ പിക്കപ്പ് ചെയ്തിട്ട് വരാമല്ലോ. അപ്പോൾ അമ്മ പറഞ്ഞു അവർ കണ്ടില്ലല്ലോ വഴിയിൽ. എന്നിട്ട് തിരിച്ചെത്തിയപ്പോൾ വീടിൻ്റെ അവിടേക്ക് അവർ തിരിച്ചു വന്നു. അപ്പോൾ നിങ്ങൾ ഏത് വഴിയാണ് വന്നതെന്ന് ചോദിച്ചപ്പോൾ ഈ വഴിയാണ് വന്നത്. അമ്മ അച്ഛനും ചീത്ത അറിഞ്ഞില്ല. അടുത്ത ദിവസം ട്യൂഷൻ ടീച്ചറിൻ്റെ അടുത്ത് പോയപ്പോൾ കയറ്റിയില്ല, കൈ നീട്ടാൻ പറഞ്ഞു. നല്ല അടി കിട്ടി. ഇത്ര സില്ലി കാര്യത്തിനൊക്കെ അല്ലേ? എന്നിട്ട് അല്ല, ഞങ്ങൾ തിരിച്ച് ആ പാടത്തു കൂടെ വരുമ്പോ ഒരു മറ്റേ കാളയോ പശു എന്തോ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ പേടിച്ചു. ഞങ്ങൾ കുത്താൻ വരുന്നവര് ഇങ്ങനെ ഞങ്ങൾക്ക് ഒരു പേടിയായി. അതും കൂടി പറഞ്ഞപ്പോ പിന്നെ നല്ല അടി കിട്ടി. ഇൻലൻഡ് അല്ല, ഇൻലൻഡില് കത്ത് എഴുതിയിട്ടുണ്ടോന്നുള്ളതാണ് ഞാൻ ഞാൻ കത്ത് എഴുതിയിട്ടില്ല. പക്ഷെ എനിക്കൊരു കത്തിന്റെ കാര്യം ഓർമ്മയുണ്ട്. അത് പറഞ്ഞു, എനിക്ക് കത്ത് വന്നത് എനിക്ക് ഓർമ്മയില്ല. എന്റെ ചേട്ടന് വന്നൊരു കത്തിന് ചേട്ടന് പാരയായതാണോ? അതെനിക്ക് തോന്നുന്നു അമ്മ കയറി കളഞ്ഞു തോന്നുന്നു. അമ്മ എന്തോ ചെയ്തു, വീട്ടിൽ അലമ്പായിരുന്നു. ഇത് ഏതോ ഒരു ചേട്ടനപ്പോൾ യങ് ആണ് കേട്ടോ, സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ. പക്ഷേ മറ്റേ പ്രണയമൊക്കെ തോന്നി തുടങ്ങുന്ന ഒരു ടീനേജ് കാലത്ത് ഞങ്ങൾ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. ഇത് പറയാൻ പറ്റുമോ? ചേട്ടൻ ചോദിച്ചില്ല, എന്നാലും ചേട്ടന് കുഴപ്പമുണ്ടാവില്ലായിരിക്കും. പഴയ കാര്യല്ലേ? ആ, പഴയ കാര്യ. അപ്പോ ഞങ്ങള് ചേട്ടത്തമ്മയ്ക്കല്ല അറിയാം, കുഴപ്പമില്ല. അത് ഞങ്ങള് ഊട്ടിയിലേക്ക് ട്രിപ്പ് പോയിരിക്കുക. അപ്പോൾ എൻ്റെ ഫാമിലിയും വേറൊരു ഫാമിലിയും ഉണ്ട്, അച്ഛൻ്റെ ഫ്രണ്ട്, അമ്മയുടെ ഫ്രണ്ടിൻ്റെ ഒരു ഫാമിലിയും. അപ്പോൾ എല്ലാവരും പോയിട്ട് അവിടെ ഒരു ഭയങ്കര ക്യൂട്ട് ലുക്കിങ്, എനിക്ക് ആ ചേച്ചിയുടെ മുഖം എപ്പോഴും ഓർമ്മയുണ്ട്, നാഗ്പൂർക്കാരിയായിരുന്നു. അപ്പോൾ രണ്ടുപേര്, അവരുടെ പേര് വരെ എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോൾ ഞാൻ ഭയങ്കര ചെറുതായിട്ട്, ഞാൻ UP-യിലോ ഈ പറഞ്ഞ 5ാം ക്ലാസ് 4ാം ക്ലാസ് അത്രയും ഞാനുള്ളൂ തോന്നുന്നുണ്ട്. അപ്പം ഈ രണ്ട് ചേച്ചിമാർ ഭയങ്കര കമ്പനി, ഒരെണ്ണം ഭയങ്കര ക്യൂട്ട് ലുക്കിങ്, ഒരെണ്ണം ഭയങ്കര ബബ്ലി ഇങ്ങനെ. അപ്പോൾ ബോംബെ, നാഗ്പൂർ ഇവിടെയാണ് താമസം രണ്ടുപേരും. അപ്പോൾ അങ്ങനെ ഇവരായിട്ട് പരിചയപ്പെട്ട് ഇവർ റിസോർട്ടിൽ ഒരുമിച്ചാണ്. അതായത് നമ്മൾ താമസിക്കുന്ന അതേ റിസോർട്ടിലാണ് ഇവരും ഉള്ളത്. അപ്പോൾ ഇങ്ങനെ ഞാൻ നോക്കുമ്പോൾ ചേട്ടൻ എൻ്റെയും കൂടി കൂട്ടിയിട്ട് പോകും, ഞാൻ ചെറുതാണല്ലോ, എന്നെയും കൂടി കൂട്ടിയിട്ട് പോകും, ഇവരുടെ അടുത്ത് കമ്പനിയാവേ. എന്നിട്ട് നോക്കുമ്പോൾ ഞങ്ങൾ നാലുപേരും ഒരുമിച്ചെപ്പോഴും അങ്ങനെ. എന്നിട്ട് നമ്മൾ റിസോർട്ടിൽ നിന്ന് വെക്കേറ്റ് ആവുന്നതിന് മുന്നേ ഇവർ വെക്കേറ്റായി പോയി. ഫുൾ വിഷമം ചേട്ടന്. വിഷമം എന്ന് പറഞ്ഞാൽ നമ്മൾ ലേക്കിൽ പോയിരിക്കുന്നു, കാട്ടിൽ പോയിരിക്കുന്നു, ചേട്ടനൊന്ന് അവിടെ ഒരു മൂലയ്ക്ക് പോയിരിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ തൃശ്ശൂർക്ക് നാട്ടിലേക്ക് വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു 1 മാസത്തിനുള്ളിൽ എന്തോ ഒരു കത്ത് വന്നു. ആ കത്ത് ഈ കുട്ടിയാണോ ഏതോ ഒരു ചേച്ചി അയച്ചതാണ് ആ കത്ത്. എന്നിട്ട് ആ കത്ത് അമ്മ വായിക്കും, അമ്മ അത് കയറിക്കളയും, അങ്ങനെ എന്താണ് ചേട്ടൻ അലമ്പാവുന്നു, അങ്ങനെ അടിയാവുന്നു. അങ്ങനെ ഇത് അല്ല, ഇംഗ്ലീഷിലായിരുന്നു. പിന്നെ പ്രത്യേക രസം ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വെള്ളത്തിട്ട് ഇങ്ങനെ പൊട്ടിക്കൂല്ലോ, ഒരു പ്രത്യേക രസമായിരുന്നു. സത്യം പറഞ്ഞാൽ ഇതുപോലെയുള്ള കുറെ പഴയ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പടമാണെന്ന് തോന്നുന്നു സമാധാന പുസ്തകം. നൊസ്റ്റാൾജിയ എന്തായാലും ഉണ്ട്, ഭയങ്കര നൊസ്റ്റാൾജിയ. പിന്നെ ഒരുപാട് പേർക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ. ക്ലാസ്സിലിരുന്ന് ചുവങ്ങൻ ചവച്ചിട്ട് ബെഞ്ചിനടിയിൽ, എന്റെയൊക്കെ സ്കൂളിൽ എന്റെ ബെഞ്ചിനടിയിലൊക്കെ കംപ്ലീറ്റ് ഒട്ടിച്ചു വെച്ചൊക്കെ ഇരിക്കും. സിജു, ഈ സിനിമകളുടെ പൂജകൾ നടക്കുന്ന സ്ഥലത്താണ് താങ്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു. ഡയറക്ടറിന്റെ കണ്ണിന്റെ മേത്തൊന്ന് പതിയാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിരുന്ന ഒരുപാട് കാലം ഉണ്ടായിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. സരോവരത്തിലായിരുന്നു കൂടുതലും.
സരോവരത്തിലാണ് എപ്പോഴും ഏറ്റവും കൂടുതൽ പൂജകൾ പൂജകൾ നടക്കുന്നത്. എല്ലാ ദിവസവും ഉണ്ടാകും പൂജ. ഇപ്പോഴാണ് ആ ട്രെൻഡ് മാറിയത്. പണ്ട് സ്ഥിരം പൂജകൾ നടക്കുമായിരുന്നു. അപ്പം അന്ന് ഈ പറയുന്ന പോലെ വീട്ടിൽ ഇപ്പോൾ നഴ്സിംഗ് പഠിച്ചു, ജോലിക്ക് പോകുന്നില്ല, സിനിമ എന്ന് പറഞ്ഞാൽ സിനിമയുടെ പുറകെ തെണ്ടി നടക്കണം, വീട്ടിൽ വേറെ വരുമാന മാർഗമൊന്നുമില്ല, രാവിലെ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും തരൂല, ചെലവല്ലേ, അങ്ങനെയല്ല. അപ്പൊ രാവിലെ പോയി ഇവിടെ പോയി പൂജയ്ക്ക് പോയി കഴിഞ്ഞാൽ വടയും ചായയും കിട്ടും, വയററിയും. അങ്ങനെ രസമായിരുന്നു. കാരണം ചാൻസ് തന്നെ, തമാശക്ക് പറഞ്ഞാണെങ്കിലും ചാൻസിന് വേണ്ടിയിട്ട് ഇങ്ങനെ അലഞ്ഞു നടക്കുന്ന പരിപാടി തന്നെയായിരുന്നു ഓരോ സിനിമകൾ തുടങ്ങുന്ന സമയത്തും. ഈ നഴ്സിംഗിന് മുമ്പേ നമുക്ക് അഭിനയിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നോ? അത് ആഗ്രഹം ഉണ്ടായിട്ടുണ്ടാവും, പക്ഷെ ഞാൻ ഡിസ്കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നഴ്സിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് അങ്ങനത്തെ ഒരു അത് ഏത് പോയിന്റിലാണ് നമ്മൾ നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏത് പോയിന്റിലാണ് സിനിമ? നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞിട്ടായിരുന്നു. പഠിച്ചു കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ആ സമയത്ത് അൽഫോൺസ് സിനിമയുടെ പുറകെ അല്ലെങ്കിൽ സിനിമ സംവിധാനം അല്ലെങ്കിൽ അഭിനയം ഈ പരിപാടികളൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. സിനിമ സംബന്ധമായിട്ട് എസ്ഐയിൽ പഠിക്കാനായിട്ട് പോയിട്ടുണ്ട്. നിവിനായിട്ട് നമ്മളെല്ലാവരും കണക്ഷൻ നിവിനെ വെച്ചിട്ട് മ്യൂസിക് വീഡിയോ ചെയ്യാനുള്ള പ്ലാനും ഇതൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഡിസ്കഷൻ നമ്മൾ ബാംഗ്ലൂർ ഉള്ള സമയത്ത് അൽഫോൺസായിട്ട് ഡിസ്കഷൻ നടക്കുന്ന അൽഫോൺസ് വരുന്നുണ്ട്. അപ്പോൾ ഇവർ മ്യൂസിക് വീഡിയോ ഒക്കെ ചെയ്യാൻ പോകുന്ന കാര്യം ഇതൊക്കെ എനിക്കറിയാം. നമ്മൾ ഒരുമിച്ചുണ്ടല്ലോ. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടില്ല എനിക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്നുള്ളതൊന്നും. എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞിട്ടാണ് പിന്നെ +1 കഴിഞ്ഞ സമയത്ത് തന്നെ എന്താ പറയാ, ഫാമിലിയുടെ ഉത്തരവാദിത്വം എൻ്റെ റെസ്പോൺസിബിലിറ്റി. ഫാദർ ആ ടൈമിൽ മരിച്ചായിരുന്നു. അപ്പം എങ്ങനെയെങ്കിലും ജോലി ചെയ്ത് ഏതെങ്കിലും ജോലി ചെയ്ത് പെട്ടെന്ന് കാശ് കിട്ടുന്ന ജോലി ചെയ്യാന്നുള്ളൊരു ഇതിലാണ് നഴ്സിംഗിന് പോയത്. അപ്പം മനസ്സിലായി പെട്ടെന്ന് അങ്ങനെ കാശ് കിട്ടില്ല, നല്ല കട്ടപ്പണിയാണെന്ന് മനസ്സിലായി. അല്ല, അത് നല്ല ഭയങ്കരമായിട്ട് ഡെഡിക്കേഷൻ ആവശ്യമുള്ളതാണ്. കാരണം ഒരാളെ സെർവ് ചെയ്യാനുള്ളത്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് തോന്നും. അപ്പോൾ എൻ്റെ മനസ്സിൽ ഈ ഒരു കാര്യവും നമ്മൾ വേറൊരു കാര്യം ചെയ്യുന്നതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അല്ലെങ്കിൽ ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കാം എന്നുള്ളൊരു കോൺഫിഡൻസ് ആവുന്നതും അത് ഞാൻ അൽഫോൺസിൻ്റെ അടുത്ത് പറയുന്നത്. ഓക്കെ. പക്ഷെ ഇതുപോലത്തെ ഒരു വിഷമഘട്ടം ലിയോണയ്ക്ക് വന്നിട്ടില്ല. ലിയോണയുടെ സിനിമ എൻട്രി ബസ് ഭയങ്കര സ്മൂത്ത് ആയിരുന്നു അല്ലേ? അത് കഴിഞ്ഞിട്ടാണ് വിഷമഘട്ടം. അത് പലർക്കും പല ടൈമിലാണ്, പല രീതിയിലാണ്. കേറാൻ എളുപ്പമായിരിക്കും. ഞാൻ ഇപ്പോഴും പറയുന്നത് തന്നെയാണ്. ഇപ്പം ഞാനും ഓഡീഷൻസും ഇതൊക്കെ വെച്ചാണ് കയറിയെങ്കിലും സിനിമ ചെയ്യണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ആഗ്രഹിച്ചു വന്നിട്ടൊന്നുമില്ല. അല്ല, അതായത് അച്ഛൻ എന്താണെങ്കിലും നമ്മുടെ മുമ്പിൽ ഒരു റോൾ മോഡൽ ആയിട്ടുണ്ടല്ലോ. അച്ഛൻ ത്രൂ തന്നെയല്ലേ നമ്മൾ കയറിയത്? അച്ഛൻ ത്രൂ തന്നെയാ, പക്ഷെ ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. ആഗ്രഹം ഉണ്ടായില്ല. അച്ഛൻ അഭിനയിക്കാൻ പറഞ്ഞു, ഞാൻ അഭിനയിച്ചു, അത്ര ഉണ്ടായിരുന്നുള്ളൂ ആദ്യം. അത് കഴിഞ്ഞിട്ട് പിന്നെ ആഗ്രഹിച്ചു തുടങ്ങിയപ്പോൾ സിനിമ ഒന്നും വന്നില്ല. അതൊരു സ്ട്രഗിൾ ആയിരുന്നു. അപ്പോഴാണ് എനിക്ക് ശരിക്കും തോന്നി തുടങ്ങിയ ഇനി എനിക്ക് നല്ല സിനിമകൾ ചെയ്യണം എന്ന് ആഗ്രഹിച്ചപ്പോൾ നമ്മുടെ കയ്യിൽ ഒന്നുമില്ലാന്നായി. സിജുവിനെ എടുത്ത് നോക്കുകയാണെങ്കിലും നാഴികക്കല്ലായിട്ട് കുറേ സിനിമകളുണ്ട് നമുക്ക് പറഞ്ഞു വരുമ്പോഴത്തേക്ക്. ഇപ്പോൾ നേരമായാലും പ്രേമമായാലും ഇപ്പോൾ 19-ാം നൂറ്റാണ്ടൊക്കെ നമുക്ക് ഓരോരോ മാർക്ക് തരുന്നതാണ്. എന്ന് പറഞ്ഞ പോലെ ലിയോണയുടെ ആ ഒരു പോയിന്റ് അല്ലെങ്കിൽ നാഴികക്കല്ല്. മായനദി കുറച്ച് വൈഡ് റേഞ്ച് ഓഫ് ഓഡിയൻസിന് ഇപ്പോഴും മനസ്സിൽ വരുന്നത്, എന്നെ കാണുമ്പോൾ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ചിലപ്പോൾ മായനദിയിലെ സമീറ എന്ന് പറഞ്ഞ ആൻമരിയ തൊട്ടിട്ട് ഐ തിങ്ക് ബിഫോർ ആൻമരിയ എനിക്ക് ഓർക്കേ വേണ്ട, അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെയും ഞാൻ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് സിനിമേനെ കണ്ട് ഇത് എങ്ങനെ നന്നാക്കാം, അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ ചിന്തിച്ചു തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം എനിക്ക് തോന്നുന്നു 2000 ആ ഒരു 15-16 ആ കാലഘട്ടം തൊട്ടുണ്ട്. അപ്പം ആ ഒരു ഗ്യാപ്പിലാണ് പിന്നെ ഈ മായനദിയും ഇഷ്കും അന്വേഷണം അങ്ങനത്തെ സിനിമകളൊക്കെ ചെയ്തത്.